سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة യുദ്ധത്തിൽ പരിക്കുപേറ്റ ആളുകളുണ്ട്. ഈ ജീവനം കൊണ്ട് ഓടുന്ന ആളുകളെ പോലും ബോംബിട്ട് കൊല്ലുന്നുണ്ട്. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്നത്. ونعيد الحق المغتصب وبكل القوة. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടോ പിന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പല കേസുകളും പിന്നെ കേൾക്കുന്ന ഒരു വർത്താനം എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണത്തിൻ്റെ സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ചെക്കൻ പറയും എനിക്ക് ആ പെണ്ണിനെ വേണ്ട, അല്ലെങ്കിൽ പെണ്ണ് പറയും എനിക്ക് ആ ചെക്കനെ വേണ്ട എന്നുള്ളത്. നിക്കാഹ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ നടന്നിട്ടുണ്ടാവും. നാട്ടുകാരുടെ മുന്നിൽ ഒരു കൂട്ടിക്കൊണ്ടൽ, നാട്ടുകാരെ വിളിച്ചൊരു ഫുഡ് കൊടുക്കൽ, ഇത് മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. ഇതിനിടക്കാണ് ഒന്നുകിൽ പെണ്ണോ അല്ലെങ്കിൽ ചെക്കനോ എനിക്ക് ആ കാര്യം വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറുന്നത്. സത്യം പറഞ്ഞാൽ തകരുന്നത് ആ മാതാപിതാക്കളായിരിക്കും. ഒരു ഹാഫിദായ ഒരു യുവാവിനെ വിവാഹം നിക്കാഹ് കഴിഞ്ഞൊരു പെൺകുട്ടി, അവളും അത്യാവശ്യം മതബിരുദമുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹം ഉറപ്പിച്ച് നിക്കാഹ് കഴിഞ്ഞു. അങ്ങനെ കല്യാണത്തിനൊരു വർഷത്തെ ഗ്യാപ്പാണ്. പക്ഷേ വിവാഹത്തിൻ്റെ ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടി പറയുന്നത് എനിക്കയാളെ വേണ്ട, എന്ത് വന്നാലും അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സംശയം, ഇവൾക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ചെക്കനോട് ഈ വിഷയം സംസാരിച്ചു. ചെക്കൻ പറഞ്ഞു അവളല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ മടിയാണ്, പുറത്തേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾക്ക് മടിയാണ്. അപ്പോൾ അവൾക്ക് ആരോടോ റിലേഷൻഷിപ്പ് ഉണ്ട്. പെൺകുട്ടി പറഞ്ഞു എനിക്ക് ആരോടും ഒരു ബന്ധമില്ല, പക്ഷെ അവൻ്റെ പെരുമാറ്റം വളരെ മോശമാണ്. ഈ ഒരു പെരുമാറ്റം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ലോങ് ലൈഫിൽ അവൻ്റെ കൂടെ നിൽക്കുക? എന്താണ് ഈ പെരുമാറ്റ ദൂഷ്യം എന്നുള്ളത്? ഒന്നാമതായിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ആർക്കെങ്കിലും വിളിക്കാൻ പാടില്ല. എൻ്റെ ഇൻസ്റ്റയുടെ പാസ്വേഡ് അവനക്ക് വേണം. എന്തിനും അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും പറ്റില്ല. ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവൻ്റെ കൂടെ ഈ രീതിയിൽ ജീവിക്കാൻ ഒരു സൈക്കോയാണ് അവന്. ഇതൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത്. സംഗതി ഓനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ വളരെ മാന്യനാണ്, നന്നായിട്ട് കുടുംബം നോക്കുന്നുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, 5 വക്ത് നിസ്കാരമുണ്ട്, മതബോധമുണ്ട്. പക്ഷേ എന്നിട്ടും അവനെക്കുറിച്ച് ഇത് പരാതി പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് തൊട്ടയിലും പിടിച്ചതിനൊക്കെ ഇനി വിവാഹം വേണ്ട, ഞാൻ ഇത് പിന്മാറാണെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്താണെന്ന് പുതിയ തലമുറയിലെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കളുണ്ടായിരിക്കാം. ഞാൻ പറയുന്ന ഒരു കാര്യം, 2-3 തവണ ഒരു സിറ്റിംഗ് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടും ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയാണെന്ന് എനിക്ക് വേണ്ട, എനിക്ക് പറ്റുന്നില്ല. കാരണം പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് പെൺകുട്ടി എങ്കിൽ ആ പെൺകുട്ടിയുടെ വാക്ക് കേൾക്കലാണ് ഉചിതം. ചില ആളുകൾ ഭയങ്കര ടോക്സിക് ആയിരിക്കും, അനങ്ങാൻ പാടില്ലാത്ത കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അയാൾ പറയാണ് ഇന്നതിന് പോകണ്ട, ഇന്നതിന് പോയാൽ മതി, ഇന്ന പരിപാടിക്ക് പോകണ്ട. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് ജീവിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള കുറേ നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഓരോരോ മൈന്യൂട്ടായ കാര്യങ്ങൾ. അപ്പോൾ വിവാഹത്തിന് മുൻപ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? 2 വ്യത്യസ്ത കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾ തമ്മിലാണല്ലോ ഈ ഒന്നിച്ച് ജീവിക്കാം. ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോലത്തെ കൊടുക്കണം. എന്താണ് വിവാഹം എന്നുള്ളത്, എന്തിനാണ് വിവാഹം എന്നുള്ളത്, എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, അതോടൊപ്പം നമ്മുടെ റിലേഷൻഷിപ്പ്, അമ്മായിമ്മനോട് എങ്ങനെ പെരുമാറും, ഭർത്താവിനോട് എങ്ങനെ പെരുമാറേണ്ടത്, ഭാര്യയോട് എങ്ങനെ പെരുമാറേണ്ടത്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ക്ലാസ്സുകൾ നമ്മൾ സർക്കാർ സംവിധാനത്തിലുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു കൗൺസിലിങ്ങിന് കൊണ്ടായാലും മതി. എൻ്റെ അടുത്ത് വന്നൊരു അനുഭവമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഉപ്പ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തായാലും സാർ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീമാരിറ്റൽ ക്ലാസ് കൊടുത്തപ്പോൾ പറഞ്ഞു അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ്, അവൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. അമ്മായിമ്മ എങ്ങനെയാണ്, അമ്മായിമ്മനോട് എങ്ങനെ പെരുമാറും. അങ്ങനെ അവളുടെ ഉള്ളിലുള്ളൊരു ട്രഡീഷണൽ അമ്മായിമ്മയാണ്. പക്ഷേ അവൾ കെട്ടാൻ പോകുന്ന ആളായിട്ട് അന്ന് നിക്കാഹൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. വിളിച്ച അമ്മായിമ്മനോടൊക്കെ അവൾ സംസാരിക്കലുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ബേജാറുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്ന് പറയുന്നത് അവരെ പോലെ തന്നെ ആ വീട്ടിലേക്ക് വന്ന ഒരു നേരത്തെ വന്ന മരുമകൾ, അത്രേ ഉള്ളൂ. അവർ പിന്നീട് അമ്മായിമ്മയായി മാറിയതല്ലേ, അല്ലാതെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവളുടെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ അപ്രോച്ച് മാറി, സ്നേഹമൊക്കെ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കാഹൊക്കെ എന്താണ്, അപ്പോൾ നിക്കാഹ് ഇന്ന ദിവസമാണ്, പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ മറ്റേ ചെങ്ങായിനോടും ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാമോ, അവനാണല്ലോ നിൻ്റെ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാനത് ഉപ്പാട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പയോട് അവരൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. കാരണം നിക്കാഹിന് ഇനി ആഴ്ചകൾ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കലുണ്ട്. അവനും വന്നു. 2 കൂട്ടർക്കും 2 തരത്തിൽ, അതായത് 2 ഒന്നിച്ചിട്ടൊന്നുമല്ല വന്നത്, നന്നായിട്ടൊരു 3 സെഷൻ അവർക്ക് പ്രീമാരിറ്റൽ ക്ലാസ് കൊടുത്തിട്ട് മാഷാ അല്ലാഹ് ഭയങ്കര. കാരണം ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്താ പേര് സ്വാഭാവികമായിട്ട് ഉണ്ടാവണതല്ലേ. പക്ഷെ ആ പ്രീമാരിറ്റൽ ക്ലാസ് കിട്ടിയപ്പോഴാണ് അവർ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സന്തോഷം പറഞ്ഞതാണ്, ശരിക്കും ഞങ്ങൾക്ക് ലൈഫ് ഇപ്പോഴാണ് മനസ്സിലായത്.
ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം പെണ്ണെന്താണ്, ഒരു പെണ്ണിനെ എങ്ങനെയാണ് സംതൃപ്തിപ്പെടുത്തുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു ധാരണ എനിക്കില്ല. ഫ്രണ്ട്സ് പറഞ്ഞെന്ന കുറേ പൊട്ടത്തരങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് സ്വകാര്യ ലൈഫിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കിടപ്പറയിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കുറേ അബദ്ധങ്ങളിലൂടെ ആയിരിക്കും ഓരോരുത്തരും കല്യാണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ വിവാഹത്തിന് മുൻപുള്ള ഒരു പ്രീമാച്ച് ക്ലാസ്സിൽ ഒരു കൗൺസിലിങ്ങിന് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് അത്തരത്തിൽ വിവാഹത്തിന് മുൻപ് വന്ന 2 കേസ് മാത്രമേ ഉള്ളൂ. ഒരു കേസിൽ ഇതുപോലെ സന്തോഷമായിട്ട് പോയി, ഒരു കേസും എല്ലാം എന്ത് ചെയ്തു അത് പിന്മാറി. കാരണം അവൾക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒന്നല്ല ഇത്തരം ബന്ധങ്ങൾ. കാരണം അവൾക്ക് പഠിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കണം, ഒരു കരിയറിസ്റ്റ് ആണെങ്കിൽ പഠനമായിട്ട് മുന്നോട്ട് പോവുക, ഒരു ജോലി വാങ്ങുക, എന്നിട്ടൊരു വിവാഹം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ വിവാഹം കഴിക്കുക, അല്ലാതെ വേറൊരുത്തൻ്റെ ഭാവി കൊണ്ടേ കളയരുത്. ആ വാപ്പാട് പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ പരമാവധി വിവാഹം ഇത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു തലക്ക് സുഖമില്ലാത്തവരെ, തലക്ക് വെളിവില്ലാത്തവരെ കൊണ്ടേ ചികിത്സിക്കുന്നതല്ല. മാനസിക ആരോഗ്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് കൗൺസിലിംഗ്. തലക്ക് ഒളിവില്ലാത്തവരോ മാനസിക രോഗികൾക്കാണെങ്കിൽ വല്ല സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞതിന് മുമ്പ് തന്നെ പിന്മാറാൻ വരുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഈ മക്കൾ എത്തിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ മക്കളുടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കല്യാണ കാര്യങ്ങളൊക്കെ വന്നു, അല്ലെങ്കിൽ വേണ്ടൊരു പ്രണയം തന്നെയാണ്, പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്, അവരുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികൾക്കൊരു പ്രീ മാരിറ്റൽ ക്ലാസ് കൊടുക്കണം. പിന്നെ അവരങ്ങനെയാണ് ആരോട് പെരുമാറുള്ളൂ, ആ ഒരു തങ്ങളുടെ പാർട്ട്ണറോട്, ആ പാർട്ട്ണറുടെ കുടുംബത്തോട് പെരുമാറുള്ളൂ. ചെക്കനും കൊടുക്കണം എന്നുള്ളതാണ്. ഒരാൾ മാത്രം കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. ഒരാൾ മാത്രം കൊടുത്താൽ തന്നെ വലിയൊരു ആശ്വാസമാട്ടോ. കാരണം നമുക്ക് വേറെ ആളെ നേരെയാക്കാൻ പറ്റൂല, നമുക്ക് സ്വയം നേരെയാവാനേ പറ്റുള്ളൂ. ചില വിവാഹ ജീവിതം എന്നുള്ളത് എല്ലാവർക്കും എല്ലായ്പ്പോഴും പറഞ്ഞൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിവാഹത്തിന് മാസങ്ങൾക്ക് മുൻപ് പിന്മാറുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ട്രോമ, ആ പെൺകുട്ടിക്കും ട്രോമ തന്നെയല്ലേ. കാരണം നാട്ടുകാരുടെ മുന്നിലൊക്കെ നിൽക്കാൻ കഴിഞ്ഞു, ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്മാറുമ്പോൾ പിന്നെ ഒരു 2ാം തരമാണ്. അതിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രക്ഷിതാക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ വിവാഹം ഉറപ്പിച്ചൊരു അവസരമാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള പ്രീ മാരിറ്റൽ ക്ലാസ് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാവുന്ന ആളുകളാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ലൈഫിൽ ഒരിക്കലും അബദ്ധങ്ങൾ, ഇതുപോലെയുള്ളൊരു വിവാഹത്തിൽ നേരത്തെ പിന്മാറുന്ന ഒരു അബദ്ധങ്ങൾ സംഭവിക്കില്ല. പിന്നെ നമ്മുടെ മക്കൾ പിന്മാറണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നിർബന്ധപൂർവ്വം അവരെ കല്യാണത്തിന് പ്രേരിപ്പിക്കേണ്ട. ആ നിത്യജീവിതത്തിൽ അവരെ സങ്കടപ്പെടുന്നത് കാണാൻ നമ്മൾ ഇടവരാതിരിക്കട്ടെ. എന്തായാലും വിവാഹ കാര്യത്തിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. നമ്മൾ നോക്കേണ്ടത് അവൻ്റെ കാശോ അവൻ്റെ പണമോ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനമാനങ്ങളോ പ്രൊഫൈലൊന്നുമല്ല. നമ്മുടെ കുട്ടി സന്തോഷമായിട്ട് അവൻ്റെ കൂടെ കഴിയാവുന്ന ഒരു മാനസികാവസ്ഥ അവനുണ്ടോ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ അതിന് പിന്നാലെ നോക്കേണ്ടത് തന്നെയാണ്. അത് ആ രീതിയിലുള്ളൊരു കല്യാണക്കാരെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്ര ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം അതാണ് വേണ്ടത്. കുറേ കാശുണ്ടായിട്ട് എന്താണ്, സന്തോഷമില്ലെങ്കിൽ സന്തോഷമാണ് പ്രധാനം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം വിവാഹ ജീവിതത്തിൽ വിവാഹത്തിന് മുൻപ് ഒരു പ്രീ മാരിറ്റൽ ക്ലാസ് വേണം എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. അത് ആ കുട്ടികൾക്ക്, ആ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയ ഉപകാരമാവുകയുള്ളൂ. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ പങ്കുവെക്കാൻ മറക്കരുത്. കൂട്ടത്തിലൊരു കാര്യം പറയും, ഞാനൊരു വീഡിയോ നിങ്ങൾ കണ്ടോ, ഇത് ഗാസയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന പാവം മനുഷ്യരാണ്. ഈ മനുഷ്യരെന്ത് പിഴച്ച് ലോകം മുഴുവനും നോക്കി നിൽക്കുക, എല്ലാവരും കിടന്ന് കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. ഒരാൾ ചോദിക്കാണ്, പടച്ചോൻ കണ്ണുപൊട്ടനാണോ? ഇത്രയും വലിയ ദുരിതം കണ്ടിട്ടും എന്താണ് പടച്ചോൻ പ്രതികരിക്കാത്തത്? പടച്ചോൻ എങ്ങനെ പ്രതികരിക്കുക? നമ്മളല്ലേ പ്രതികരിക്കേണ്ടത്, നമ്മളല്ലേ പ്രവർത്തിക്കേണ്ടത്? ഇതിൽ കണ്ണ് കാണാത്ത ആളുകളുണ്ട്, കാലിന് സുഖമില്ലാത്ത, യുദ്ധത്തിൽ പരിക്കുപേറ്റ ആളുകളുണ്ട്. ഈ ജീവനും കൊണ്ട് ഓടുന്ന ആളുകളെ പോലും ബോംബിട്ട് കൊല്ലുന്നുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് ആളുകളെ കൊല്ലുന്നത്. മുസ്ലിമായി അവിടുത്തെ ഗാസയിലെ മുഴുവൻ ആളുകളെയും, 40 ലക്ഷം ആളുകളുണ്ടായിരുന്നു ഗാസയിൽ. ഇന്ന് അത്രയും ആളുകളൊന്നുമില്ല. അപ്പോൾ അത് 2 വർഷമാവാൻ പോവുകയാണ് യുദ്ധത്തിന്. ഒക്ടോബർ 7 തുടങ്ങിയൊരു യുദ്ധമാണ്. അപ്പോൾ ഈ കുട്ടികളെ കൊല്ലപ്പെടാൻ ഒക്ടോബർ 7 നടന്ന ആക്രമണമൊന്നുമല്ല കാരണം. അതൊക്കെ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഈ ഗാസയിലുള്ള നടന്ന വംശഹത്യയാണ്. എന്നിട്ടോ ലോക അറബ് രാജ്യങ്ങൾ നോക്കി നിൽക്കുക, നമ്മൾ കിട്ടുന്ന പ്രാർത്ഥിക്കുക, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ നിരാശപ്പെടേണ്ട. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ റഹ്മത്താണ് നമ്മളൊക്കെ. ആ കുട്ടികൾക്ക്, ആ ജനങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ അവരൊക്കെ മരണപ്പെട്ട സമയത്തൊക്കെ പടച്ചറബ് നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ കാണുന്നത് ഗാസയിലെ കുട്ടികളായിരിക്കും. അള്ളാഹു ആ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നിസ്സഹായം നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി, ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക. യുദ്ധം അവസാനിച്ച് അവർക്കൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻഷാ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഹുനൈൻ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖമായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം.
ഹുനൈൻ യുദ്ധം ആരുമായിട്ടാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.